നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ എങ്ങനെ തിരയും എന്നതിന് ആ തോഴിയായിട്ടുള്ള ഈ ഉഷയുടെ തോഴിയായിട്ടുള്ള ചിത്രലേഖ ഒരു വഴി കണ്ടെത്തുന്നു. അതാണ് മൂന്നാമത്തെ ശ്ലോകം. യോഗിന്യതീവ കുശല ഖലു ചിത്രലേഖ തസ്യാഹ സഖി വിലിഖതി തരുണാൻ അശേഷാൻ തത്ര അനിരുദ്ധമുഷയാ വിദിതം നിശായാമാനേഷ്ട യോഗബലതഃ ഭവതഃ നികേതാത്. തസ്യാഹ ആ ഉഷയുടെ സഖി തോഴിയും യോഗിനി ഒരു യോഗിനിയായിട്ടുള്ള, അതായത് ആകാശത്തിൽ ചരിക്കാനും മായാപ്രയോഗത്തിലൂടെ നടക്കാനും ഒക്കെ സാധിക്കുന്ന യോഗിനിയായിട്ടുള്ള അതീവ കുശല അത്യധികം ബുദ്ധിശാലിയുമായിട്ടുള്ള സമർത്ഥയായ ഖലു ചിത്രലേഖ ആ ചിത്രലേഖയാവട്ടെ അശേഷാൻ തരുണാൻ. അപ്പോൾ ഈ ഉഷ ഇങ്ങനെ വിരഹാതുരയായിട്ട് നടക്കുന്നത് കണ്ടിട്ട്, എന്നാൽ ഉഷയ്ക്ക് പറയാൻ സാധിക്കുന്നില്ല ഇതാരുമായിട്ടാണ് താൻ, അല്ലെങ്കിൽ ആരെയാണ് താൻ പ്രണയിക്കുന്നതെന്ന് ഉഷയ്ക്ക് പറയാനും സാധിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു ചിത്രലേഖ? ആ സമയത്ത് ആ നാട്ടിൽ അല്ലെങ്കിൽ അറിയാവുന്ന എല്ലാ എല്ലാ യുവാക്കളെയും, അല്ലെങ്കിൽ സുന്ദരന്മാരെന്ന് പേരുകേട്ട അശേഷാൻ തരുണാൻ എല്ലാ യുവാക്കളെയും വിലിഖതി വരച്ച് കാണിച്ചു കൊടുത്തു. ഇതാണോ 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 എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ആ അനിരുദ്ധനെ വരച്ചപ്പോൾ തത്ര ഉഷയാ വിദിതം ഉഷ തിരിച്ചറിഞ്ഞ അനിരുദ്ധം, ഉഷ തിരിച്ചറിഞ്ഞു ഇതാ ഈ യുവാവിന്റെ കൂടെയാണ് ഞാൻ രമിച്ചത് എന്ന് ഉഷ തിരിച്ചറിഞ്ഞു. അങ്ങനെ ആ അനിരുദ്ധനെ ഭവതഃ നികേതാത് ഭഗവാനെ അങ്ങയുടെ ദ്വാരകാപുരിയിൽ നിന്ന്, അങ്ങയുടെ ആ വാസസ്ഥാനത്ത് നിന്ന് നിശായാം ആ രാത്രിയിൽ തന്നെ യോഗബലതഃ തന്റെ യോഗബലത്താൽ ആനേഷ്ട ആ ചിത്രലേഖ ഉറങ്ങിക്കിടന്ന അനിരുദ്ധൻ പോലും അറിയാതെ ആ ദ്വാരകാപുരിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ തോഴിയായിട്ടുള്ള ചിത്രലേഖ, ആ ഉഷയുടെ തോഴി, ഉഷ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നറിഞ്ഞു. അപ്പൊ ഏതോ ഒരാളുമായിട്ട് പ്രണയത്തിലാണ്, പക്ഷെ അതാരാണ് എന്നറിയാത്തത് കൊണ്ട് അതിനൊരു വഴി കണ്ടെത്തി ആ നാട്ടിലെയും മറ്റ് രാജ്യത്തെയും ഒക്കെ ആ കാലഘട്ടത്തിൽ വളരെ സുന്ദരന്മാരെന്നും വീരശൂര പരാക്രമികളെന്നും പേരുകേട്ട എല്ലാ പുരുഷന്മാരുടെയും ചിത്രങ്ങൾ വരച്ച് ഉഷയ്ക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അനിരുദ്ധന്റെ ചിത്രം കണ്ടപ്പോൾ ഉഷ നാണിച്ച് തല താഴ്ത്തി ഇതാണ് എൻ്റെ പുരുഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ യോഗിനിയായ ആ ചിത്രലേഖ അന്ന് രാത്രി തന്നെ ദ്വാരകാപുരിയിൽ ആകാശമാർഗേണ ഒരു അദൃശ്യയായിട്ട് വന്നിട്ട് ആ ദ്വാരകാപുരിയിൽ ഉറങ്ങിക്കിടന്ന അനിരുദ്ധനെ ഇതേ മായാപ്രയോഗത്തിലൂടെ ഈ ഉഷയുടെ ആ ഗൃഹത്തിൽ എത്തിച്ചു കൊടുത്തു.
ശ്ലോകം 3. യോഗിന്യതീവ കുശലാ ഖലു ചിത്രലേഖ തസ്യാ സഖീ വിലിഖതി തരുണാനശേഷാൻ തത്രാനിരുദ്ധമുഷയാം വിദിതം നിശായാം ആനേഷ്ടയോഗബലതോ ഭവതോ നികേതാത്. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എല്ലാ ഗുരുക്കന്മാരെയും പിതൃക്കളെയും സ്മരിക്കുന്നു. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെയും വേദവ്യാസ മഹർഷിയെയും ഓർക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നു. എല്ലാ സജ്ജനങ്ങളെയും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് 82-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ബാണാസുരൻ്റെയും അദ്ദേഹത്തിൻ്റെ അതിസുന്ദരിയായ മകൾ ഉഷയുടെയും അതുപോലെ ഉഷ അനിരുദ്ധ പരിണയത്തിൻ്റെയും ഒക്കെ കഥയാണ് പറയുന്നത്. 2-ാം ശ്ലോകത്തിൽ സൂചിപ്പിച്ച പോലെ ഉഷ ഒരു സുന്ദരനായ യുവാവിനെ സ്വപ്നത്തിൽ കണ്ട് അദ്ദേഹവുമായിട്ടുള്ളതായ സംഗമസുഖം അനുഭവിച്ച് അദ്ദേഹത്തിൽ അനുരക്തയായി തീർന്നു. അല്ലെങ്കിൽ തീവ്രമായൊരു അനുരാഗം അദ്ദേഹത്തിനോട് തോന്നി. അതുകൊണ്ട് തന്നെ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഒരു വിരഹ അവസ്ഥ വന്നുപെട്ടു. ഉഷയ്ക്ക് കരയാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് ഉഷയുടെ കൂടെയുള്ളതായ പ്രിയ സഖിയുണ്ട്, ചിത്രലേഖ എന്ന് പറയുന്ന ഒരു യോഗിനി. നാരദ മഹർഷിയിൽ നിന്ന് താമസിവിദ്യ അനുഗ്രഹമായി ലഭിച്ച ഒരു പുണ്യസ്ത്രീയാണ് അവർ. ഉഷയുടെ എല്ലാ ദുഃഖവും സുഖമൊക്കെ അറിയുന്ന ആ യോഗിനി ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. സ്വപ്നത്തിൽ കണ്ട യുവാവിനെ തിരിച്ചറിയാനായിക്കൊണ്ട് ചിത്രലേഖ എന്ന പേരുള്ളത് കൊണ്ട് തന്നെ ആ പേര് തന്നെ പറയുന്ന പോലെ ചിത്രരചനയിൽ നല്ല സാമർഥ്യമുള്ളതായ ആ യോഗിനി അക്കാലത്തുള്ളതായ എല്ലാ സുന്ദരന്മാരുടെയും രാജാക്കന്മാരുടെയും ദേവന്മാരുടെയും എല്ലാവരുടെയും ഗന്ധർവന്മാരുടെയും എല്ലാവരുടെയും ചിത്രം വരച്ച് കാണിക്കുകയാണ് ഉഷയ്ക്ക്. അതിൽ നിന്നും അനിരുദ്ധൻ്റെ ചിത്രം കണ്ടപ്പോൾ ഇതാണ് താൻ കണ്ട യുവാവ്. ഈ യുവാവിനെ പ്രാപിക്കാനുള്ളതായ എന്തെങ്കിലും മാർഗം വേണമെന്നായി. അതുകണ്ട് ആ യോഗിനിയായിരിക്കുന്ന ചിത്രലേഖ രാഖിരാമാൻ എന്ന് പറയാം രാത്രി തന്നെ ദ്വാരയിൽ പോയി തൻ്റെ യോഗശക്തി കൊണ്ട് ആ അനിരുദ്ധനെ ഉഷയുടെ അടുത്ത് എത്തിക്കുകയാണ് ഇവിടെ വെച്ചിട്ട് തൻ്റെ യോഗശക്തി കൊണ്ട്. അങ്ങനെയാണ് അനിരുദ്ധൻ ഉഷയുടെ അടുത്ത് എത്തുന്നത്. അനിരുദ്ധൻ ഉറങ്ങിയത് ദ്വാരകയിൽ, ഉണർന്നത് ഉഷയുടെ അന്തഃപുരത്തിൽ. ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ട് സംഭവിച്ചു ഇത് എന്നാണെങ്കിൽ ഇവിടെ ഭഗവത് ഇച്ഛയുണ്ട്. ഇവിടെ ഒരാൾക്ക് പോലും പ്രവേശിക്കാൻ വയ്യാത്ത സ്ഥലമാണ് ദ്വാരക. അവിടുത്തെ അന്തഃപുരത്തിൽ അല്ലെങ്കിൽ അവിടെയുള്ളതായ കൊട്ടാരങ്ങൾ പ്രവേശിക്കാൻ ഭഗവത് അനുമതിയില്ലാണ്ട് ആർക്കും സാധ്യമല്ല. ഇവിടെ ഭഗവാന്റെ ഇച്ഛയും കൂടി പ്രവർത്തിച്ചിരിക്കണം എന്ന് വേണം അനുമാനിക്കാനായിട്ട്. കാരണം ബാണാസുരൻ്റെ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരനായിട്ട് വർത്തിക്കുന്നതായ സാക്ഷാൽ പരമേശ്വരനെ ആ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുകയും വേണം. ഭക്തിയിലെ ഭേദബുദ്ധി കാണിച്ചിരിക്കുന്നതായ മഹാബലിയുടെ മകനായ ബാണാസുരന് ഭക്തിയുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവനുള്ളതായ അഹങ്കാരമൊക്കെ മാറ്റി അവനെ ഉദ്ധരിക്കണം എന്നും കരുതിയിട്ടാണ് ഈ ഒരു നാടകം ഇവിടെ അരങ്ങേറുന്നത് ഭഗവാന്റെ സങ്കല്പം കൊണ്ട്. ലോകത്തിലായാലും എവിടെയായാലും ഏത് സംഭവമായാലും നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ഈശ്വരൻ്റെ ഇച്ഛയുടെ ഒരു ചെറിയ അംശം ഉണ്ടായിരിക്കും എന്ന് വേണം സങ്കല്പിക്കാൻ. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ നമ്മളൊന്നും കാണാത്ത ഒരു സതുദ്ദേശം ഭഗവാനുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഭഗവത് ഭക്തന്മാരാണെങ്കിൽ. അങ്ങനെയാണ് അനിരുദ്ധനെ
ഉഷയുടെ അടുത്ത് എത്തിച്ചത് ചിത്രലഹ എന്ന് പറയുന്ന യോഗിനി. ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ ഭഗവത് സങ്കല്പത്തിൻ്റെ ശക്തിയും മഹത്വവും അറിയുക, ഭഗവാനെ ആശ്രയിക്കാനുള്ളതായ ഒരു നല്ല മനസ്സ് ഉള്ളിൽ സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കഥ അവിടെ നിൽക്കട്ടെ. വേദവ്യാസ മഹർഷി ഭാഗവതം നമുക്ക് തരുന്നത് കഥ കേൾക്കാനല്ല, നമുക്ക് ജീവിതത്തിൽ അർത്ഥവും കഥയുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇതിന് പിന്നിലും ഭഗവതിച്ഛ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഗുരുവായൂരപ്പ ശരണം.